ആംബുലൻസ് വരും, കൊണ്ടുപോകും. എങ്ങോട്ടാണ് മോർച്ചറിയാണ്, എവിടെ മോർച്ചറിയിലേക്ക് കൊണ്ടുപോകുന്നു. എൻ്റെ പൊന്നു പ്രേക്ഷകരെ, ഞാൻ ഇതുവരെ ഈ സാധനം ആരോടും പറഞ്ഞില്ല, ആദ്യമായിട്ടാണ് പറയുന്നത്. ഒരു കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്, ഒരു കാരണവശാലും പാമ്പടിയായിട്ടില്ല ആംബുലൻസ് വരുന്നവരെ മൂക്കി പഞ്ഞു വെച്ച് പോകാനായിട്ട് ഇരിക്കരുത്. നമസ്കാരം, ട്രൂ ടിവിയിലേക്ക് സ്വാഗതം. വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാൻ വേണ്ടി വന്നതാണ്. നിങ്ങളിത് മുഴുവൻ കേൾക്കുക, മുഴുവൻ കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളിലേക്കെല്ലാം നിങ്ങൾ ഷെയർ ചെയ്യണം. വളരെ പ്രാധാന്യമുള്ള കേസ്. പ്രിയപ്പെട്ട വാവാ സുരേഷാണ് കൂടെയുള്ളത്. വാവേ നമസ്കാരം. നമസ്കാരം സാറേ. നമസ്കാരം. പെട്ടെന്നൊരു പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇപ്പം ഞാൻ ഇന്ന് പറയുന്നത് കേട്ടു, ടി വിയിൽ പറയുന്നത് കേട്ടു, പണ്ടത്തെ രീതിയിൽ കാലം മുകളിൽ കെട്ടി വെക്കരുത്. നമ്മൾക്ക് അത് ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം മുകളിൽ കെട്ടും. ആ കെട്ടുന്നത് ശരിയല്ല എന്ന് പറയുന്നുണ്ട്. എത്രമാത്രം അത് നല്ല ചോദ്യമാണ്. അതെന്ന് ചെയ്യുന്നത് പലരും തെറ്റിദ്ധരിപ്പിക്കണം. പാമ്പാണെന്താണ് നമ്മുടെ പാമ്പിൻ്റെ കടി കിട്ടാത്ത കുറേ ആൾക്കാരുണ്ടെങ്കിൽ എന്തെങ്കിലും ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ വീട്ടിൽ അവൻ്റെ കുഞ്ഞമ്മയ്ക്കോ ചിറ്റപ്പനോ അവൻ്റെ അമ്മയ്ക്കോ അവൻ്റെ അച്ഛനോ ഒന്നും അല്ല കടി കിട്ടുന്നത്. പാവപ്പെട്ട നിരപരാധികളെ മക്കൾക്കാണ് കടി കിട്ടുന്നത്. അതിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അവനൊക്കെ ശ്രമിക്കുന്നത്. ആ പരീക്ഷിച്ചാലാണ് ഇപ്പോൾ പാവപ്പെട്ട കൊച്ചു മക്കൾക്ക് ഒരുപാട് കടി കിട്ടിയത്. ഒരു കാരണവശാലും നിങ്ങൾ ഓർക്കണം, പാമ്പടിയായിട്ട് കെട്ടി വെക്കണം. പക്ഷേ കയറോ റോപ്പോ ഉപയോഗിച്ച് കെട്ടരുതെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എൻ്റെ ഈ 16 കടികളിൽ 6 വെന്റിലേറ്ററും 10 ICU ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അനുഭവം എനിക്ക് നന്നായിട്ട് പറയാൻ പറ്റും. പാമ്പടിയായിട്ട് കെട്ടി വെക്കണം. കയറോ റോപ്പോ ഉപയോഗിച്ച് കെട്ടരുത്. എന്താണ് കയറോ റോപ്പോ ഉപയോഗിച്ച് കെട്ടുന്ന സമയത്ത് അവിടെ ടൈറ്റ് ആവുന്ന സമയത്ത് നമുക്ക് സർക്കുലേഷൻ നടക്കില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ അവിടെ ആ വെനം അവിടെ തടഞ്ഞങ്ങ് നിൽക്കും. അവിടെ തടഞ്ഞു നിന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് ഇപ്പോൾ ഇടത്തെ കാലിൽ അടിച്ചു, നമ്മൾ വലത്തെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഇടത്തെ കാലിൽ നിന്ന് വെനം ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്യാൻ അയക്കുമ്പോൾ റിപ്പോർട്ട് ഉണ്ടാവില്ല. അതിന് വെനം ഇല്ല, ബ്ലഡിൽ വെനമില്ല. അപ്പോൾ ഡോക്ടർമാർ നീ കട്ട് ചെയ്യും. കട്ട് ചെയ്യുന്ന സമയത്ത് ഈ തടഞ്ഞു നിർത്തിയിരിക്കുന്ന സാധനം എല്ലാം കൂടെ പെട്ടെന്ന് അങ്ങ് പമ്പ് ചെയ്ത് നമ്മൾ അപകടപ്പെടുന്ന പാർട്സ് ഏതാണോ, ഇപ്പോൾ ഹാർട്ടിനെ ബാധിക്കുന്നതാണ് മൂർക്കൻ പാമ്പിൻ്റെ നേരെ ഹാർട്ടിലേക്ക് പമ്പ് ചെയ്യും. ആ പെട്ടെന്ന് ആളിന് ഡെത്തിലേക്ക് പോകും. കിഡ്നിയെ ബാധിക്കുന്നതാണ് അണലിയുടെ വെനം, നേരെ കിഡ്നിയിലേക്ക് പോകും, ആളിന് അപകടം ഉണ്ടാകും. തലച്ചോറിനെ ബാധിക്കുന്ന ശങ്കുരൻ പാമ്പിൻ്റെ വെനം, നേരെ തലച്ചോറിലേക്ക് പോകും, ആളിന് അപകടം ഉണ്ടാകും. ഓരോ സ്നേഹിക്കിനും ഓരോ രീതിയാണല്ലേ. ഓരോ പാമ്പുകൾക്ക് ഓരോ രീതി ഉണ്ടെങ്കിൽ സാറേ നമുക്ക് ഇന്ത്യയിൽ ഒറ്റ മരുന്നേ ഉള്ളൂ. പാമ്പ് കടിയേറ്റാൽ നിങ്ങൾ വീട്ടിലിരിക്കൂ, ആംബുലൻസ് വരും, കൊണ്ടുപോകും. എങ്ങോട്ടാണ് മോർച്ചറിയാണ്, എവിടെ മോർച്ചറിയിലേക്ക് കൊണ്ടുപോകുന്നത്, അതേ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകാൻ വരുന്നത്. എൻ്റെ പൊന്നു പ്രേക്ഷകരെ, ഞാൻ ഇതുവരെ ഈ സാധനം ആരോടും പറഞ്ഞില്ല, ആദ്യമായിട്ടാണ് പറയുന്നത്. ഒരു കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്, ഒരു കാരണവശാലും പാമ്പടിയായിട്ടില്ല ആംബുലൻസ് വരുന്നവരെ മൂക്കി പഞ്ഞു വെച്ച് പോകാനായിട്ട് ഇരിക്കരുത്. ഇതാരെ എതിർത്തൊന്നും പറയുന്നതല്ല, കടിയുടെ അനുഭവം ഉള്ളതുകൊണ്ട് പറയുകയാണ്. എത്രയും പെട്ടെന്ന് സാറ് കടിയിലേക്കും ചോദിച്ച് കെട്ടിവെക്കുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ ഇടയ്ക്കൊന്നും ബ്രേക്കായി. എൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞില്ല. കെട്ടിവെക്കുന്ന സമയത്ത് നിങ്ങൾ പാമ്പടി ചെയ്യേണ്ട ആംബുലൻസ് കാത്തിരിക്കുകയല്ല, പെട്ടെന്ന് ആ വ്യക്തിയെ പേടിപ്പിക്കാതിരിക്കുക, കയറും റോപ്പ് വെച്ച് കെട്ടാതിരിക്കുക, പാനിക്കാക്കാതിരിക്കുക, പറഞ്ഞ് ധൈര്യം കൊടുക്കുക. വെള്ളം കുടിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല. പിടിച്ചിരുത്തുക. അതിനുശേഷം നിങ്ങളോ അദ്ദേഹം ധരിക്കുന്ന വസ്ത്രം ഏതാണോ അത് 3 വിരൽ വീതിക്ക് നന്നല്ല നീളത്തിന് കീറിയെടുക്കുക. എവിടെയാണോ കടിയേറ്റത്, ഇവിടെയാണെങ്കിൽ ഇവിടെ നിന്ന് 1 അകലം എടുക്കുക. പെട്ടെന്ന് തന്നെ ആ അകലത്തിന് ആ വീതിക്ക് തുണി വെച്ച് ചുറ്റി കെട്ടുക എന്നാൽ ആ വാക്കിൻ്റെ അർത്ഥം രക്തോട്ടം തടയുക എന്നല്ല, രക്തോട്ടം കുറയത്തക്ക രീതിയിൽ കെട്ടുക. വീണ്ടും 1 കഷ്ണം തുണിയുടെ കയറി കെട്ടിൻ്റെ കുറച്ച് ഉയരത്തിലേക്ക് കെട്ടുക. കൈ തൂക്കിയിടരുത്, നീര് വെക്കാൻ അനുവദിക്കരുത്, ഹൈറ്റ് ചെയ്യുമ്പോൾ അത് നേരെ താപ്പോട്ട് പമ്പ് ചെയ്ത് ഹാർട്ടിലേക്കും തലച്ചോറിലേക്ക് എത്താൻ സാധ്യത കൂടുതൽ. അപ്പോൾ ആ കൈ ഇങ്ങനെ വയറ്റിൻ്റെ താഴെ ഇങ്ങനെ വെച്ച് അദ്ദേഹത്തിന് എടുത്ത് ഇരുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക. കാലിലാണ് കെട്ടിയതിന് കാല് നിവർത്തി വെക്കുക. അതിനെ ഒരു കാരണവശാലും കിടക്കാൻ അനുവദിച്ച് നിവർത്തി വെച്ചിട്ട് ഇരുത്തി കൊണ്ടുപോകുക. പിന്നെ ആ സമയത്ത് ശ്വാസമുള്ള ചുമയോ കഫതടസ്സമോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് ശ്വാസം എടുക്കാൻ ഒരു പ്രവണത കാണിക്കുന്നുണ്ടെങ്കിൽ മലർന്ന് കിടക്കാൻ അനുവദിക്കരുത്. പെട്ടെന്ന് അറ്റാക്ക് വരും. കമന്ന് കിടക്കാൻ അനുവദിക്കരുത്, അതും അപകടമാണ്. ഇടതുവശത്തേക്ക് ചരിഞ്ഞ് കിടക്കാൻ അനുവദിക്കണം. അപ്പോൾ ശ്വാസതടസ്സം അനുഭവപ്പെടുന്ന പാമ്പ് കോബ്രയുടെ കടിയില്ല. അപ്പോൾ കോബ്രയുടെ കടിക്കുമ്പോൾ ഹാർട്ടിനെ ബാധിക്കുന്ന വെനമാണ്. അപ്പോൾ ഹാർട്ടിനെ ബാധിക്കുന്ന വെനമാകുമ്പോൾ നമ്മൾ ഇടതുവശം ചരിഞ്ഞെടുക്കുമ്പോൾ ഹാർട്ടിന് വീണ്ടും അവിടെ പ്രഷർ കൂടുകയാണ്. അപ്പോൾ പെട്ടെന്ന് അറസ്റ്റ് വന്ന് അദ്ദേഹത്തിന് മരണം സംഭവിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വലത് സൈഡിലോട്ട് നമ്മൾ വലതുവശത്തോട്ട് ചരിച്ച് കിടത്തുക. അപ്പോൾ ഈ വരണ കഫം ഇങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് കുറച്ചുകൂടെ ശ്വാസം എടുക്കാനുള്ള ഒരു പ്രവണത കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻറ്റിവെനം ചെയ്യാൻ കഴിവുള്ള ഹോസ്പിറ്റലിൽ പെട്ടെന്ന് കിട്ടുന്ന വാഹനം ഏതാണോ ആ വാഹനത്തിൽ ആംബുലൻസിന് വേണ്ടി ഒരിക്കലും വെയിറ്റ് ചെയ്ത് ആംബുലൻസ് ഓടിയെത്തുമ്പോൾ 1/4 മണിക്കൂർ എടുക്കത്തൊന്നും ചില എല്ലാ സ്ഥലത്തും 108 ഇതൊക്കെ ശുദ്ധ മണ്ടത്തിന് ആവശ്യമില്ലാത്ത പ്രചരണങ്ങൾ നിങ്ങൾ ചെയ്യരുത്. കൂടുതൽ ആൾക്കാരെ മരണത്തിലേക്ക് കൊണ്ടുവരുത്. പെട്ടെന്ന് കിട്ടുന്ന വാഹനത്തിൽ ആ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക. ഒരു അപകടം ഉണ്ടാകുന്നില്ല, ബാക്കി ഡോക്ടർമാർ ചെയ്യും. പിന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാണ്ട്, ഈ കൊച്ചു മക്കൾക്ക് കടി കിട്ടുമ്പം ഒരു കാരണവശാലും അപ്പനും അമ്മയ്ക്കും ചിറ്റപ്പന്മാർക്കും കുഞ്ഞമ്മമാർക്കൊക്കെ ഉള്ളൊരു നിർദ്ദേശമാണ്, നിങ്ങൾ ഒരിക്കലും കൊച്ചു മക്കൾക്ക് കടി കിട്ടിയാൽ ഒറ്റയ്ക്ക് ആ കുട്ടിയെ എടുത്തുകൊണ്ട് ഓടിപ്പോവരുത്, കുലുക്കി ഓടരുത്, തോളിൽ കിടത്തിക്കൊണ്ട് പോകരുത്. അപ്പോഴും തന്നെ കെട്ടിയതിനു ശേഷം കുട്ടിയെ ഇരുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ഇരുത്തി ചെയറിൽ മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ. ഈ കുഞ്ഞുമക്കളൊക്കെ മരിച്ചത് ഇവിടെയും ചെറിയൻകീഴും ആ മോനെ ബൈക്കിലിരുത്തിയാണ് ചെറിയ താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. തൃശ്ശൂരും ആ മോനെ ബൈക്കിലിരുത്തിയാണ് കൊണ്ടുപോകും. ഒരിക്കലും പാടില്ല. അപ്പോൾ വൈബ്രേഷൻ കുലുങ്ങുന്ന സമയത്ത് ഇവർക്ക് സർക്കുലേഷൻ കൂടും. മണ്ടത്തരങ്ങളൊന്നും കാണിക്കാതിരിക്കുക. ഇതൊക്കെ കാണിക്കുന്നതുകൊണ്ടാണ് കുഞ്ഞുമക്കളുടെയും വലിയ പാമ്പടിയിട്ട് മരണപ്പെടുന്നവർക്ക് ജീവൻ നഷ്ടപ്പെടുന്നതെന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്.
ആൻറ്റിവനം എടുക്കുന്നത് ശരിയല്ല. ഇന്നിപ്പോൾ ചാനലിൽ കണ്ടൊരു കാര്യമാണ്, ആൻറ്റിവനം എടുത്തു കഴിഞ്ഞാൽ ചൊറിച്ചിലുണ്ടാകുന്നുണ്ട്, അലർജി ഉണ്ടാകുന്നുണ്ട്. ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ്? 100% സാർ ആ ചോദ്യം ആൻറ്റിവനം എടുക്കണോ? മനസ്സിൽ ഓർത്ത് വെച്ച് വളരെ നല്ലതാണ്. പാമ്പ് കടി ഏറ്റ് കഴിഞ്ഞാൽ നമുക്ക് യഥാർത്ഥത്തിൽ പാമ്പ് ഏതാണെന്ന് നിർണ്ണയിച്ചതിന് ശേഷം വെനമുള്ള പാമ്പാണോ വെനമില്ലാത്ത പാമ്പാണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ വെനമുള്ള പാമ്പാണോ വെനമില്ലാത്ത പാമ്പാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആൻറ്റിവനം എടുക്കാൻ പറ്റുള്ളൂ. അതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ആൻറ്റിവനം എന്ന് പറഞ്ഞ സാധനം പഴയ ഒരു സാധനമാണ്. 40-50 വർഷം പഴക്കമാണ് ഇത് കണ്ടെത്തിയിട്ട്. ഇപ്പോഴത്തെ അന്നത്തെ ആൾക്കാരുടെ ഹോർമോൺസ് അല്ല ഇന്നത്തെ കുട്ടികളുടെ ദേഹത്തുള്ളത്. അപ്പോൾ നമുക്ക് കൊടുക്കുന്ന സമയത്ത് ഇതിന് സൈഡ് എഫക്റ്റുകൾ ധാരാളം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒന്ന് ആദ്യം ചെയ്യേണ്ടത് ഈ മരുന്ന് റീഡെവലപ്പ് ചെയ്യുക. റീഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ ഡെത്തിൻ്റെ സംഖ്യ കൂടും. സാറിന് അറിയാമല്ലോ, പേവിഷബാധയുടെ മരുന്നെടുത്ത് എത്ര കുട്ടികളാണ് നമുക്കിപ്പോൾ തിരുവനന്തപുരത്ത് ജില്ലയിൽ മരണപ്പെട്ട പേവിഷബാധ മരുന്നെടുത്ത് അത് രക്ഷപ്പെടാൻ വേണ്ടി എടുത്ത മരുന്ന് മാത്രമല്ല എല്ലാ ജില്ലകളിലും മരണം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ വേറെ പ്രത്യേകമുള്ളത് അവർ ഒന്ന് മരുന്ന് റീഡെവലപ്പ് ചെയ്യുക. ഒരു കാരണവശാലും നിങ്ങൾ ഇനി ഇത് വെച്ച് താമസിപ്പിക്കരുത്. താമസിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെയും നമ്മുടെ വലിയ ആൾക്കാരുടെയും പാമ്പട്ടിയുടെ മരണം എന്താ പറയുക, നമ്മൾ കൊറോണയെക്കാലം പേടിച്ച ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പോകുന്നത്. ഇതിനേക്കാളും ഭയപ്പെടേണ്ട ഒരു കാലമായി വരുന്നു. ഇനി ഒരു സാർ ചോദിച്ച ചോദ്യത്തിൽ ഉത്തരത്തിലേക്ക് വരികയാണ്. ആൻറ്റിവനം എന്ന് പറഞ്ഞ സാധനം എടുത്താൽ യഥാർത്ഥത്തിൽ സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നു. അത് എല്ലാവർക്കും ഉണ്ടാകുന്നു. അതിൽ ഏറ്റവും അനിവാര്യം നമ്മൾ അറിയേണ്ടതെന്ന് വെച്ചാൽ ആൻറ്റിവനം ഒരാളിന് കൊടുക്കുന്ന സമയത്ത് ആ ആളിന് ചിലപ്പോൾ കാർഡിയക്ക് അറസ്റ്റ് വരാൻ സാധ്യത കൂടുതലാണ്. ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ഈ ആൻറ്റിവനത്തിനുള്ളത്. അപ്പോൾ നമുക്കൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരുന്ന സമയത്ത് നല്ല ഡോക്ടർമാർ വേണം ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഇപ്പോൾ കാർഡിയക്ക് അറസ്റ്റ് വരുമ്പോൾ അതിന് മറ്റു മരുന്ന് കൊടുക്കാനുള്ള സമയം ഉണ്ടാവണം. അതിന് പെട്ടെന്ന് അറസ്റ്റ് വരുമ്പോൾ നമുക്ക് എന്താ പറയുക, വെന്റിലേറ്റർ കൃത്യമായി ശ്വാസം കൊടുക്കാൻ വേണ്ടി വെന്റിലേറ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ പെട്ടെന്നാണെങ്കിൽ ആ വെന്റിലേറ്റർ ഉണ്ടെങ്കിൽ ആംബി ചെയ്യേണ്ടി വരും. ഇതൊന്നും ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ ഒരാളിനെ കൊണ്ട് എത്തിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നമുക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നുണ്ട്, അലർജി ഉണ്ടാകുന്നുണ്ട്. ഇത് മരുന്ന് മാറ്റിയില്ലെങ്കിൽ ഡെത്തിൻ്റെ സംഖ്യ വളരെ കൂടും. ഒന്ന് വേറൊരു ചോദ്യം, ഈ ആരോഗ്യവകുപ്പിൻ്റെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ എത്രമാത്രം അത് ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്? സർക്കാർ ഇടപെടുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഉത്തരവാദിത്തപ്പെട്ട ജോലി ചെയ്യുന്ന ആൾക്കാർ വളരെ സർക്കാരിന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇതിൽ ചെയ്യാനുള്ള ഉത്തരവാദിത്തമുള്ള ഓഫീസർമാർ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല. ഇപ്പം നമുക്ക് സാറിന് അറിയാമല്ലോ, ഇപ്പം ഞാൻ സാറിൻ്റെ അടുത്താണ് ഞാൻ ചെറിയ കുട്ടി മരിച്ച വീട്ടിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ കൊണ്ടുവരുന്ന സമയത്ത് നേഴ്സിൻ്റെ പറഞ്ഞ് ഡോക്ടറെ വിളിക്കാൻ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരാളല്ലേ ഉള്ളൂ, കുറച്ചുകൂടെ കേട്ട് 2-3 പേരുടെ പറഞ്ഞിട്ട് വന്നിട്ട് എനിക്ക് വരാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. അത് നേഴ്സാണ് പറയുന്നത്, വെളിയിൽ നിന്ന് ആരുമല്ല പറയുന്നത്. അതിലുപരി ഈ കുട്ടിയെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ എല്ലാവരും പറഞ്ഞു നിങ്ങൾ താലൂക്കിൽ മരുന്നുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ സാറേ താലൂക്ക് ഹോസ്പിറ്റലിലാണ് അതിനെ കൊണ്ടുപോയത്. താലൂക്ക് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടെ ഒന്നും ചെയ്യാതെ അവിടെ നേരെ മെഡിക്കൽ കോളേജിലേക്ക് വിടേണ്ട വല്ല കാരണം അവിടെ മരുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ മരുന്ന് ചെയ്യാവുന്നുള്ളതല്ലേ, അവിടെ മരുന്നില്ലെന്നുള്ളത് അതിന് ഉറപ്പല്ലേ, നല്ല ഡോക്ടർ ഇല്ലെന്നുള്ളത് അതിന് ഉറപ്പല്ലേ. അപ്പോൾ ഇവിടെ ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ്. അത് മാറണം. ആരോഗ്യവകുപ്പൊക്കെ കുറച്ചുകൂടി ഒന്ന് ആരോഗ്യവകുപ്പിലിരിക്കുന്ന ഓഫീസർമാർ, ഉത്തരവാദിത്തമുള്ള ഓഫീസർമാർ ഇടണം. മന്ത്രി മാത്രം പ്രഖ്യാപിച്ചിട്ട് കാര്യമൊന്നുമില്ല. ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആത്മാർത്ഥമുള്ള ജനത്തിൻ്റെ മനുഷ്യൻ്റെ ജീവന് വിലം കൊടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ ഈ മേഖല മുന്നോട്ട് പോവുകയുള്ളൂ. എന്തൊക്കെയായാലും പ്രിയപ്പെട്ടവരോട് പറയുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട സർക്കാരിനോട് പറയുകയാണ്, ആരോഗ്യവകുപ്പിനോട് പറയുകയാണ്, ഇവിടുത്തെ മാധ്യമങ്ങളോട് പറയുകയാണ്, തെറ്റായ വിവരങ്ങൾ നിങ്ങൾ പ്രചരിപ്പിക്കരുത്. ഇതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ആധികാരികമായിട്ട് പറയാൻ കഴിവുള്ള ആളാണ് പ്രിയപ്പെട്ട സഹോദരൻ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വാവ സുരേഷ്. എന്തായാലും നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യതയോടെ കേൾക്കുക. ഇതിനകത്ത് രാഷ്ട്രീയമില്ല, മറ്റൊന്നുമില്ല. നമുക്ക് നമ്മുടെ ജീവൻ്റെ വില, അതായത് നമ്മുടെ സുഹൃത്തുക്കളുടെ ജീവൻ്റെ വില, ബന്ധുക്കളുടെ ജീവൻ്റെ വില, നമ്മുടെ മക്കളുടെ ജീവൻ്റെ വില, അതൊക്കെ പ്രാധാന്യം തന്നെയാണ്. എന്തായാലും മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ വാവയുടെ കൂടുതൽ വിശേഷങ്ങൾ, പേഴ്സണലായിട്ടുള്ള വിശേഷങ്ങൾ ഇതിന് പുറകെയുണ്ട്. കാണാം. നന്ദി. നിങ്ങളുടെ സ്വന്തം സൂരജ് വാലാക്കാരൻ, പ്രിയപ്പെട്ട വാവ സുരേഷ്. താങ്ക് യു.